നമുക്കിന്ന് നല്ലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് ചൂടാക്കി കടുക് 25 ഗ്രാം ചൂടാക്കി പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിക്കുക എന്ന് പറയുമ്പോൾ ക്രഷ് ചെയ്തെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, കായപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, നല്ലെണ്ണ, വിനാഗിരി. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ ഒരു 250 ml നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു 3 കിലോ മാങ്ങയോളം ഇവിടെ എടുക്കുന്നുണ്ട്. ആ മാങ്ങ ഞാൻ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെയിലത്തൊന്ന് വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി 250 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പൊളിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ആണെങ്കിൽ 150 ഗ്രാം ഇഞ്ചി എടുത്തേക്കുന്നത്. 150 ഗ്രാം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് 8 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് 8 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി പിരിയൻ മുളകാണ്, എരിവ് കുറവാണ്, കളറേ ഉള്ളൂ. അന്നേരം അതുകൊണ്ടാണ് എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഉപ്പ് ചേർത്ത് വെച്ച മാങ്ങ ആയതിനാൽ കുറച്ച് ഉപ്പ് കാണും. നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് പാകത്തിനിടുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി, 3 ടീസ്പൂൺ കായപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഒരു റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് ഒരു 100 ml വിനാഗിരി ഒഴിക്കുക. ഇത് ഗ്രേവി കുറച്ച് മതി ആയതുകൊണ്ടാണ് വിനാഗിരി മാത്രം ഒഴിക്കുന്നത്. ഗ്രേവി വേണമെന്നുള്ളവരാണെങ്കിൽ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ഈ മസാലക്കൂട്ടിലോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം വീണ്ടും വിനാഗിരി ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ നല്ലപോലെ ചേർത്ത് ഇളക്കുക. അരപ്പ് നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കുക. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി. മാങ്ങയുടെ പുളി ഇറങ്ങുമ്പോൾ ഉപ്പ് കുറവ് വരും, അതുകൊണ്ടാണ് ഉപ്പ് ഇട്ടത്. അതിന് ശേഷം ജീരകപ്പൊടിയും ഒരു 3 ടീസ്പൂണ് കടുക് പൊടിച്ചതുകൂടെ വിതറി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലിലോ ജാറിലോ പകർന്ന് വയ്ക്കാം. പകർന്ന് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ ഒരു ശകലം നല്ലെണ്ണ തൂക്കി കൊടുക്കുക. അതുപോലെ തന്നെ നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഇതൊരു 4-5 മാസം വരെ കേടാകാതെ ഇരിക്കും പുറത്ത്.